മാഹി സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 42ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഫ്ലഡ്ലിറ്റ് ടൂർണമെന്റിൽ പിക്ചർ പ്രകാശനം മാഹി മുനിസിപ്പൽ കമ്മീഷണർ കെ.പി. ശ്രീജിത്ത് നിർവഹിച്ചു. യുവതലമുറയെ നല്ല ദിശയിലേക്ക് നയിക്കുന്നതിന് കായിക മേഖല നൽകുന്ന സംഭാവന വളരെ വലുതാണെന്നും ഇത്തരം ടൂർണമെന്റുകൾ അതിന് വഴികാട്ടിയായി മാറട്ടെയെന്നും സമീർ ബോണന്റെ അവിടേക്ക് പിക്ചർ കൈമാറിക്കൊണ്ട് കെ.പി. ശ്രീജിത്ത് പറഞ്ഞു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അനിൽ വിലങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ കെ.സി. നിഖിലേഷ്, ജ്യോതിഷ് പത്മനാഭൻ, അടിയേരി ജയരാജൻ, കെ.എം. ബാലൻ എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 1 മുതൽ 16 വരെയാണ് ടൂർണമെന്റ് നടക്കുക. സ്പോർട്സ് എത്രത്തോളം മാത്രമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സ്പോർട്സ് രംഗത്ത് കഴിഞ്ഞ 50 വർഷത്തിൽ കൂടുതലായി ഉജ്ജ്വലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാഹി സ്പോർട്സ് ക്ലബിന് ഞാൻ ആദ്യമായി എൻ്റെ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയൊരു ചടങ്ങിന് എന്നെ ക്ഷണിച്ചതിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാൻ നല്ലൊരു പ്രാസംഗികനൊന്നുമല്ല, എന്നാലും ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ഞാൻ ഈ ഫിക്സർ പ്രകാശനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. 42ാമത് മാഹി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് 1954 മാഹിയിൽ ആദ്യമായി ആരംഭിക്കുകയാണ് മാഹി സ്പോർട്സ് ക്ലബ്ബ്. അതിനുശേഷം നിരവധി വർഷങ്ങളിൽ ഓരോ സാങ്കേതിക പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ സർക്കാരിൻ്റെ നികുതിയുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് അതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് ടൂർണമെന്റ് നിർത്തിവെക്കേണ്ടതായി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നിപ്പോൾ 42ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന വിവരം നിങ്ങളെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. മാധ്യമ സുഹൃത്തുക്കൾ, മാഹി സ്പോർട്സ് ക്ലബിൻ്റെ മുഴുവൻ പ്രതിനിധികൾ, ഏവർക്കും എൻ്റെ നമസ്കാരം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്കറിയാം, മകൾക്ക് പുതുവത്സര, രാവ് പുതുവത്സര, ഈവ് പുതുവത്സര വീക്ക് നടത്തി നമ്മുടെ സംസ്ഥാനത്തിനകത്തും അതേപോലെ തന്നെ അന്യ സംസ്ഥാനത്തും ഏകദേശം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ ഈ പുതുവത്സരം ആഘോഷിക്കാനായിട്ട് എത്തിച്ചേർന്നു.